ശ്രീ എം പ്രകാശൻ, ഇപ്പോൾ വർഗീയത പറഞ്ഞ് വോട്ടുമിടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് മോദി വന്നത് എന്നാണോ കരുതേണ്ടത്? ഉറപ്പായിട്ടും സർക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള വേദിയിൽ വെച്ചാണ് ആ പ്രഖ്യാപനം നടക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം തന്നെ പറയുകയാണ്, എനിക്ക് വേഗത്തിൽ അണികളോട് സംസാരിക്കാൻ പോകേണ്ടതുണ്ട്, ആ പ്രസംഗത്തിനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, ആ പ്രസംഗം കേൾക്കാനാണ് അണികൾ താല്പര്യപ്പെടുന്നത്. പിന്നെ നടത്തിയ പ്രസംഗം നമ്മൾ കണ്ടതാണ്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് തന്നതിന്റെ കണക്കും മോദി പറയുകയാണ്. കേന്ദ്രം നമുക്ക് തരാത്ത കണക്കിനെ കുറിച്ചാണ് ഇവിടെ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് തന്ന കണക്ക് പറയുന്നത്, പദ്ധതികൾ നടപ്പാക്കാത്തതിനെ കുറിച്ച് പറയുന്നത്, ഇവിടുത്തെ സർക്കാരിന്റെ അഴിമതിയെക്കുറിച്ച് പറയുന്നത്. ഇതിൽ എന്താണ് CPM എടുക്കുന്ന നിലപാട്, പ്രതികരണം? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ഏതൊരു കേരളീയനും പ്രതീക്ഷിക്കുക, ഈ കേരളം കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളുടെ മേലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മറുപടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ്. അതുപോലെ തന്നെ കേരളത്തെ സഹായിക്കാനാവുന്ന പുതിയ പദ്ധതികൾ BJPയുടെ വിജയം ആഘോഷിക്കാൻ കൂടി വരുന്നൊരു സന്ദർഭത്തിൽ ഏറ്റവും ചുരുങ്ങിയത് തിരുവനന്തപുരം നഗരസഭക്കെങ്കിലും എന്തെങ്കിലും നിലക്കുള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് ആരും പ്രതീക്ഷിക്കുക. ഈ കേരളം ഈ അടുത്ത ദിവസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ MLA-മാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെയുള്ള ഒരു സമരം ഇതേ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ വിളിപ്പാടകലെ നടത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു കേരളത്തിന്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ ഡൽഹിയിൽ ചെന്ന് രാജ്യമാകെ ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള സമരം നടത്തേണ്ടി വന്നത് ഈ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെയാണ്. രാജ്യത്തിനകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തോട് ഒരു പൈസ സഹായിക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിച്ചില്ല എന്നുള്ള കാര്യം കേരളം വളരെ സജീവമായിട്ട് ഉന്നയിച്ചതാണ്. കേരളത്തിൻ്റെ പദ്ധതികൾക്ക് അംഗീകാരമില്ല, കേരളത്തിൻ്റെ ധനവിഹിതം വെട്ടിക്കുറക്കുന്നു, കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള വിഹിതം പോലും വെട്ടിക്കുറക്കുന്നു. ഇങ്ങനെ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരു സ്റ്റേറ്റിൽ പ്രധാനമന്ത്രി വന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതീക്ഷിക്കുക ആ കാര്യങ്ങളെ സംബന്ധിച്ച് തങ്ങളുടേതായ വിശദീകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുപോലും ഉണ്ടായില്ല. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷത്തിൻ്റെ പാർട്ടിയാണല്ലോ എനിക്ക് മുമ്പേ സംസാരിച്ചത്. ഈ പറയുന്ന കേരളം നേരിടുന്ന അതീവ ഗുരുതരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു വാക്കെങ്കിലും 6 മിനിറ്റ് നേരം സംസാരിച്ച അദ്ദേഹം പറഞ്ഞോ? അപ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങൾ ഒരു വിഷയമേ അല്ല. അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരത്തെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ അദ്ദേഹത്തെ പ്രസംഗം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് അഹമ്മദാബാദിൽ വിജയിച്ചുകൊണ്ടാണ് ഗുജറാത്ത് പിടിച്ചത്. ഇനിയിപ്പോൾ തിരുവനന്തപുരം ജയിച്ചുകൊണ്ട് ഞങ്ങൾ കേരളമാകെ പിടിക്കുമെന്നാണ്. ഇവിടെ BJPയും ഞങ്ങളും തമ്മിലിപ്പോൾ സംസാരിക്കുമ്പോൾ കോൺഗ്രസിന് പ്രതീതി പറഞ്ഞു എന്തോ BJPയും ഞങ്ങളും തമ്മിൽ ബാന്ധവമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു MPയെ കൊടുത്ത ആരാ? 86,000 വോട്ട് കുറച്ച് അതിൽ 10,75,000 വോട്ട് BJPക്ക് കൊടുത്ത് നിങ്ങളല്ലേ കേരളത്തിൽ ആദ്യത്തെ BJP MP ഉണ്ടാക്കിയത്? ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 51 സീറ്റുകൾ BJP ജയിച്ചപ്പോൾ 41 സീറ്റിൽ നിങ്ങളുടെ വോട്ട് കിട്ടിയെന്നും അവിടെ 20ഓളം സീറ്റുകൾ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ വോട്ടിൽ പകുതിയേ കിട്ടിയുള്ളൂ എന്നും 6 സീറ്റുകളിൽ 400 താഴെ വോട്ട് മാത്രമേ കോൺഗ്രസിന് കിട്ടിയുള്ളൂ എന്നും 41 സീറ്റിൽ കോൺഗ്രസ് 3-ാം പാർട്ടി ആയി എന്നുള്ളതും എന്താ തെളിയിക്കുന്നത്? BJP നിങ്ങൾ തമ്മിലുള്ള ബാന്ധവല്ലേ? നിങ്ങൾ ഒന്നിച്ച് മത്സരിച്ച ബേപ്പൂരിൻ്റെയും വടകരയുടെയും അനുഭവം കേരളം മറന്നുപോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ഏതെങ്കിലും നിലക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി വരുമ്പോൾ പറയേണ്ടിയിരുന്ന ഒരു കാര്യങ്ങളും പറയാൻ അദ്ദേഹം സന്നദ്ധമായില്ല. ഈ കേരളം വികസിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ലല്ലോ. കേരളത്തിൻ്റെ വികസനത്തെ തുരങ്കവെക്കുകയല്ലേ കേന്ദ്രം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തുള്ള എല്ലാ തുറമുഖങ്ങൾക്കും ഒരു നിശ്ചിതമായ സംഖ്യ കേന്ദ്രവുമായി കൊടുത്തപ്പോൾ ഈ കേരളത്തിന് നൽകിയോ? കേരളത്തിന് അത് തന്നിരിക്കുന്നത് കടമായിട്ടാണ്. ആ കാര്യം സംബന്ധിച്ച് മിണ്ടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഉണ്ടോ? ആ കാര്യം സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രധാനമന്ത്രി സന്നദ്ധമായോ? ഇവിടെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ എത്ര തവണ കോടതി ഉൾപ്പെടെ പറഞ്ഞു ഒരു പൈസ വർദ്ധിപ്പിച്ചു തരാൻ അവർ കൂട്ടാക്കിയില്ല. വാദിക്കാൻ ഇവിടെ ഒരു കോൺഗ്രസ് MPയും ഉണ്ടായില്ല, ഒരു UDF ഉണ്ടായില്ല. ആ കാര്യം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യം അദ്ദേഹം പറഞ്ഞോ? ഈ കേരളത്തെ വികസിപ്പിക്കും അതിപ്പോൾ എന്ത് പദ്ധതിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് പുതിയ കാര്യമാണോ? എത്രയോ കാലമായിട്ട് നടപ്പിലാക്കുന്ന ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ ഒരു പ്രഖ്യാപനമല്ലേ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? ചെറുപ്പക്കാർക്ക് ഒരു കൊല്ലം 2 കോടി പേർക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞ ഗവൺമെൻറ് അല്ലേ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്? ഇതുവരെ ആകെ 1 കോടി പേർക്ക് പണി കൊടുത്തു എന്ന് പറയാൻ വേണ്ടി
കൃഷിക്കാർക്ക് എന്തോ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ കൃഷിക്കാർ ആത്മഹത്യ ചെയ്ത മറ്റൊരു കാലമുണ്ടോ? ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം 3 ലക്ഷം ആളുകൾ ആത്മഹത്യ എന്ന് പറഞ്ഞ് വേറെ ആരുമില്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓഫ് ഇന്ത്യയാണ്. അതിൽ മഹാഭൂരിപക്ഷം ആളുകൾ കൃഷിക്കാരാണ്. കൃഷിക്കാർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരം നടത്തിക്കൊണ്ടിരുന്നത് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ സമരം നടക്കുകയാണ് ഡൽഹിയിൽ. അതിന് അദ്ദേഹം പറയുന്നു കൃഷിക്കാരെ സംബന്ധിച്ച്, അദ്ദേഹം പറയുന്നു ചെറുപ്പക്കാരെ സംബന്ധിച്ച്. ഇപ്പോൾ കടലോരം, ഞാൻ ചോദിക്കട്ടെ, കടലോരം ഇതുപോലെ ചൂഷണം ചെയ്തൊരു ഗവൺമെൻറ് പറയുന്നുണ്ടോ? കടലിനടിയിലുള്ള ധാതു വിഭവങ്ങൾ, ധാതു ലവണങ്ങൾ, ഇവയെല്ലാം തന്നെ സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറി കൊടുക്കാൻ ആരാ തീരുമാനിച്ചത്? ഈ ഗവൺമെൻറ് അല്ലേ? ഒരക്ഷരം ഉരിയാടുന്നുണ്ടോ കോൺഗ്രസ്? അവർക്ക് ഉരിയാടാൻ കഴിയില്ല. കാരണം ഇവർ രണ്ടുപേരും 2 പാർട്ടിയാണെങ്കിലും ഒരേ തൂവൽ പക്ഷികളാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആരംഭിച്ച കാര്യങ്ങൾ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് തുടരുന്നു. അവിടെ നയപരമായിട്ട് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അവർ ഒരേ നയം പിന്തുടരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ കടുത്ത BJP-കാരനായാൽ പോലും അവർക്ക് യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി കഴിയുക ഈ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം സംബന്ധിച്ച് നിരാശാജനകമെന്നല്ലാതെ മറ്റെന്താണ്? സാധാരണഗതിയിൽ ഒരാൾ വന്നാൽ, ഒരു BJP നേതാവ് വന്നാൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം എന്തെങ്കിലും ഒരു കാര്യം പ്രധാനമന്ത്രി പറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ആർക്കും തന്നെ പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ അദ്ദേഹം പറയാത്ത കുറേ കാര്യങ്ങൾ ട്രാൻസ്ലേഷൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറ കാര്യം. അതല്ലാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഏതെങ്കിലും നിലക്ക് ആകർഷിക്കാൻ വേണ്ടി പറ്റാവുന്നതോ, കേരളത്തിന് വല്ല വാഗ്ദാനവും നൽകാവുന്നതോ, കേരളത്തെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റാവുന്ന ഒന്നും ആയിരുന്നില്ല എന്നുള്ളത് എത്ര വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആർക്കെതിരെയാണ് ഏറ്റവും അധികം വിമർശനം ഉയർത്തുന്നത് എന്നാണല്ലോ പ്രധാനം. അപ്പോൾ CPM-ൽ നിന്നും വിമർശനം കോൺഗ്രസിനെതിരെ മാത്രമാണ് എന്നുള്ളതാണ് അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട വാദം. ആ വാദത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ AK ബാലനെയും സജി ചെറിയാനും തിരുത്തിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളടക്കം നേതാക്കളടക്കം നടത്തിയ പ്രതികരണങ്ങൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? വെള്ളാപ്പള്ളിയെ തിരുത്തുന്നില്ല, വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതികരണങ്ങൾ നിങ്ങൾ നടത്തുന്നില്ല. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ തുടർച്ചയല്ലേ നമ്മൾ മോദിയുടെ പ്രസംഗത്തിലും കണ്ടത്? അപ്പോൾ കോൺഗ്രസിനെതിരെ ഇവിടെ CPM-ഉം BJP-യും പ്രതികരിക്കുന്നു. BJP-ക്കെതിരെ സമരങ്ങൾ നടത്തി എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ വിമർശനങ്ങളായി, ദിവസവുമുള്ള പ്രതികരണങ്ങളായി CPM-ൽ വരുന്നത് കോൺഗ്രസ് വിരുദ്ധ പ്രതികരണങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ പ്രതികരണങ്ങൾ മാത്രമാണ്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? അല്ല, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇന്നുള്ള ഏറ്റവും വലിയ അപകടം BJP-യുടെ ഭരണമാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ള പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. അവരാണ് ഈ രാജ്യത്തിലെ ഏറ്റവും മുരത്ത വർഗീയവാദികൾ. ഹൈന്ദവ വർഗീയവാദം എന്ന് പറയുന്നതാണ് സംഘപരിവാര ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഭരണത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് അവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ആ വർഗീയതയെ തടയുന്നതിന് വേണ്ടി ഉള്ള സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇന്ത്യ സഖ്യമെന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ളതാണ്. ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ രംഗം പരിശോധിക്കുമ്പോൾ ഞങ്ങളും UDF-ആണ് പ്രധാന കക്ഷി. BJP ഒരു വലിയ പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താ കാണാൻ വേണ്ടി കഴിയുക? കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 20% കിട്ടിയിരിക്കുന്നവരുടെ വോട്ട് അത് കുറഞ്ഞ് 15%. അവർ പുറകോട്ടേക്ക് വരുന്ന നിലയുണ്ടായി. അവർ കേരളത്തിൽ എവിടെയും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ജില്ലാ പഞ്ചായത്തിൽ അവർ എവിടെയുമില്ല. എവിടെയെല്ലാം കോൺഗ്രസ് സഹായിച്ചിട്ടുണ്ടോ അവിടെ മാത്രമേ BJP മുന്നേറിയിട്ടുള്ളൂ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ പ്രധാനപ്പെട്ട എതിരാളിയായിട്ട് കണക്കാക്കുന്നത് UDF-നെയാണ്. UDF ചെയ്യുന്നതാ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ അതിൽ വ്യക്തതയുണ്ട്. പക്ഷേ അതിൽ വ്യക്തതയുണ്ട് എന്ന് പറയുകയാണ്. വ്യക്തതയുണ്ട്, പക്ഷേ അല്ല, അങ്ങ് പറഞ്ഞതിൽ വ്യക്തതയുണ്ട്. ഇവിടെ പ്രധാന എതിരാളി UDF ആണെന്നതിൽ വ്യക്തതയുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നതും BJP പറയുന്നതും ഒരേപോലെ ആയാൽ അത് സംശയിക്കില്ലേ ശ്രീ M പ്രകാശൻ? അതിനാണ് വ്യക്തത വേണ്ടത്. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള വലിയൊരു ആശങ്കയാണ് കേരളത്തിലാകെ പടർന്നിരിക്കുന്നതെന്ന് CPM-ഉം പറയുന്നു. അത് ശരിയാണ് എന്ന വാചകം തന്നെയാണ്. അത് ശരിയാണ് എന്ന് പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ നിങ്ങളെ ശരിവെക്കുന്ന BJP സംസ്ഥാന നേതൃത്വം ഇന്ന് അത് ഏറ്റുപിടിച്ചുകൊണ്ട് ലീഗിനെതിരെ പറയുന്ന മോദി, അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കാര്യമാണ് പറയാനുള്ളത് എന്ന് ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റും? ഇപ്പോൾ BJP രാജ്യത്തിലെ ജനാധിപത്യം തകർക്കുന്നു എന്ന് കോൺഗ്രസ് പറയുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനാധിപത്യം തകർക്കുന്നു BJP എന്ന് ഞങ്ങളും പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഒരേ കാര്യം പറയുന്നത്, ഇവർ രണ്ടുപേരും ഒരേ വാദക്കാരാണ്, അങ്ങനെ പറയാൻ വേണ്ടി കഴിയുമോ? ഇവിടെ വർഗീയതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പുതിയ പ്രശ്നം എന്താ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ ഐക്യജനാധിപത്യ മുന്നണി വർഗീയതയുടെ ഒരു കൂടാരമായിട്ട് മാറുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ഇന്നുവരെ UDF ഒരു കക്ഷിയായി ചേർത്ത ചരിത്രം ഈ കേരളത്തിലില്ല. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ
ജമാഅത്ത് ഇസ്ലാമി അവരുടെ കൂടെയാണ് നിൽക്കുന്നത് ഘടകകക്ഷിയായിട്ട്. SDPI പൂർണ്ണമായിട്ടും UDF കൂട്ടിയ ഒരു ചരിത്രം കേരളത്തിലില്ല. എന്നാൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എവിടെയെല്ലാമാണോ സ്വന്തമായി മത്സരിക്കാത്തത് അവിടെയെല്ലാം SDPI UDFന്റെ ഭാഗമാണ്, വെൽഫെയർ പാർട്ടി അവരുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് വിയോജിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയെ ആകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് BJP കോൺഗ്രസ് ശ്രമിക്കുന്നു. UDFന്റെ ഭാഗമായിട്ട് അവരെല്ലാം ചേർത്തിരിക്കുന്നു. ആ വിപത്തിനെ ചൂണ്ടിക്കാട്ടാനുള്ള ബാധ്യത ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കാ? ഞങ്ങൾ രണ്ട് വർഗീയ വിപത്തിനെയും കൃത്യമായി കാണുന്നവരാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ വിപത്ത് ഘടകകക്ഷി എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുകയാണോ? മുന്നണിയിലുണ്ടോ വെൽഫെയർ പാർട്ടി? ഘടകകക്ഷിയാണല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തവരാണ്. ഇപ്പം ഞാൻ കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പൂർണ്ണമായി ഉണ്ടായ ആളാണ്. കണ്ണൂർ ജില്ലക്കകത്ത് ഒരു സ്ഥലത്തും ഇവിടെ പിന്നെ ലീഗിൻ്റെ കൂടെ SDPI ഇല്ലാതിരുന്നിട്ടില്ല, ജമാഅത്ത് ഇസ്ലാമി ഇല്ലാതിരുന്നിട്ടില്ല. ലീഗിനും UDFനും വേണ്ടിയിട്ട് പ്രചരണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ക്വാഡുകളാണ്. അതാർക്കാ അറിയാതിരിക്കുന്നത്? അത് ഞങ്ങൾ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യമാണല്ലോ അത്. അവർ യോഗം വിളിച്ചു ചേർത്തിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ UDFന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്, LDFന് എതിർക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ കൺമുമ്പ് കാണുന്ന യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ അതിനെ ഞങ്ങൾ ഇതിനാ വിസ്മരിക്കേണ്ട കാര്യം? ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഈ നിലക്ക് വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവിന് UDF ശ്രമിച്ചാൽ അത് കേരളത്തിൻ്റെ മതനിരപേക്ഷത തകർക്കും, കേരളത്തിൻ്റെ ഇന്ന് നിലവിലുള്ള മതസൗഹാർദ്ദ അന്തരീക്ഷം ഇല്ലാതാക്കും. അതുകൊണ്ട് മതനിരപേക്ഷമായ നിലപാടിലേക്ക് കോൺഗ്രസ് വരണം. ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി UDFന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ഇത്തവണ പിന്തുണയ്ക്കുന്നത് UDFനെയാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പ്രതികരിച്ചത്, അല്ലേ? ഇപ്പോൾ അതേസമയം LDFനെ പിന്തുണച്ച ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. LDFനെ പിന്തുണച്ച ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. LDF അവരുടെ വേദികളിൽ CPM, എന്തിനാണ് LDF എന്ന് പറയുന്നത്, CPM അവരുടെ വേദികളിൽ പങ്കെടുത്ത് സംസാരിച്ച ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരുടെ പിന്തുണയെ ശ്ലാഘിച്ചിട്ട് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ, അതായത് ഈ കേരളത്തിൽ ഒതുക്കട്ട ദേശീയ രാഷ്ട്രീയത്തിൽ അവരെടുക്കുന്ന നിലപാടുകൾ എത്രത്തോളം സുവ്യക്തവും കൃത്യവുമാണ് എന്ന് പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ അഭിനന്ദിച്ചിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്, പലതവണ പറഞ്ഞ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഇത് ആവർത്തിച്ച് ഈ ചോദ്യവും ചോദിക്കേണ്ടി വരികയാണ്. ശ്രീ എം പ്രകാശ്, അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, ജമാഅത്തെ ഇസ്ലാമിയുടെ വ്യത്യാസം അങ്ങൊന്ന് വിശദീകരിക്കാമോ? ഇതിൽ ഞാൻ പറയാം, നിലപാടുകൾ വിഷയാധിഷ്ഠിതമാണ്. പലസ്തീൻ്റെ കാര്യത്തിൽ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ അമേരിക്കയും കാണിക്കുന്ന നിലപാട് അന്യായമാണ് എന്ന് അത് ഞങ്ങളുടെ മൗലികമായിട്ട് അഭിപ്രായം. ആ അഭിപ്രായത്തിൻ്റെ കൂടെ ആര് അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായം ശരിയാണെന്ന് ഞങ്ങൾ പറയുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ മുസ്ലിം വേട്ട നടക്കുന്നു, ഞങ്ങളുടെ അഭിപ്രായമാണ്. ബുൾഡോസർ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾ രാജ്യത്തിനകത്താകെ തന്നെ അത് പ്രചരിപ്പിക്കുന്നുണ്ട്, അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ആ നിലപാടിന്റെ കൂടെ വിഷയാധിഷ്ഠിതമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ കോൺഗ്രസും ഒരേ നിലപാട് ഏത് കാര്യത്തിൽ സ്വീകരിക്കുന്നത്? ഒരേ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾ. ഏത് നിലപാട്? ഏത് വിഷയത്തിലാ? BJP രാജ്യത്തിലെ ജനാധിപത്യത്തിന് അപകടകരമാണ്, മതനിരപേക്ഷത ഇല്ലാതാക്കുകയാണ്. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. കോൺഗ്രസ് അഭിപ്രായം പറയുമ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ ഒരേ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഒരേ മുന്നണിയാണെന്നാണോ? ഞങ്ങൾക്ക് വിഷയത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് വെച്ചുകൊണ്ട് ആ വിഷയത്തിൻ്റെ മേലെ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഞങ്ങളുമായിട്ടുള്ള ഒരേ നിലപാടാണ് പറയുന്നതെന്ന് വന്നേക്കും. അതും രാഷ്ട്രീയ സഖ്യവും മുന്നണിയും വേറെയാണ്. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഓരോ തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമുമായിട്ട് ഞങ്ങൾ മുന്നണിയില്ല. മുന്നണിയില്ലെന്ന് ഞാൻ ചോദിച്ചില്ല, മുന്നണിയല്ല, നിങ്ങളെ പിന്തുണച്ചു എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. മുന്നണി എന്നുള്ളത് അങ്ങ് ഇപ്പോൾ UDFുമായി ബന്ധപ്പെട്ട് അങ്ങ് ഉപയോഗിച്ച പറയാലോ. മുന്നണി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ പിന്തുണച്ചു, ആയിക്കോട്ടെ, നിങ്ങളെ പിന്തുണച്ചു, നിങ്ങൾ അവരുടെ വേദികളിൽ പ്രസംഗിച്ചു, അവരുമായി ഐക്യദാർഢ്യപ്പെട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലും, ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്, അത് പരസ്യമായി പറഞ്ഞിട്ടുമുള്ളതാണ്. അതപ്പോൾ അവിടെ ചരിത്രമായി അവിടെ കിടക്കുക തന്നെയാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് രാഷ്ട്രീയ ധാരണയോ മുന്നണിയോ സഖ്യമോ ഈ കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. പിന്തുണയ്ക്കുന്നു, അത് വേറൊരു ഭാഷയിൽ പറയാം. ധാരണയോ സഖ്യമോ കൂട്ടുകെട്ടോ അവരുമായിട്ട് ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അതെ, അതൊരു പാക്ട് ഒപ്പിട്ടിട്ടാണ് എന്ന് പറയുന്നില്ലെന്നേ. ഇപ്പോ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ അവിടെ മത്സരിക്കുന്ന ശരി, ശ്രീ എം പ്രകാശൻ, അടുത്തതായി എനിക്ക് അറിയേണ്ട ഒറ്റ കാര്യമാണ് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ചെയ്യുന്ന കാര്യം UDF ശ്രീ എം പ്രകാശൻ നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഒരുപോലെയാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയായിട്ട് നിന്ന്
അങ്ങ് പറയുമ്പോഴും അത് മുന്നണിയല്ല എന്ന് അവർ അത് പറയുന്നത് രണ്ടും രണ്ടാണ്. ശരി, ഞാൻ മുന്നണിയാണോ നമ്മുടെ നിലപാട് പറഞ്ഞു. ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സഖ്യമോ ധാരണയോ മുന്നണിയോ അവരുമായിട്ടില്ല. ശരി, എനിക്ക് ഒറ്റ കാര്യം കൂടി വ്യക്തത. ശ്രീ എം പ്രകാശൻ, കേരളം ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയുടെ ആശങ്കയിലാണോ? കേരളം ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയതയുടെ ആശങ്കയിലാണോ? RSS ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെ മുസ്ലിം ലീഗിന്റെ മുൻകൈയിൽ ഈ പറയുന്ന എല്ലാ വർഗീയ പാർട്ടികളെയും ചേർത്തുകൊണ്ട് അവരും മുസ്ലിം ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും കേരളത്തിന്റെ മതനിരപേക്ഷത കാപത്താണെന്ന് ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. അല്ല, ആരെന്ത് പറയുന്നു അത് ഒന്നായി പോകുന്നല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ റിപ്പോർട്ടിനകത്ത് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരടിക്കുക അല്ലാതെ ഈ കേരളത്തിനകത്ത് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നാണ്. ശരി, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ടിനകത്ത് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ അല്ലാതെ ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാനാവില്ല. കൃത്യമായി കാണുന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടി. അതിനെതിരായിട്ട് മതനിരപേക്ഷത തകർക്കാൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പേര് കണ്ടാൽ അറിയാമെന്ന് പറഞ്ഞത് മോദി വേഷം കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് ഇവിടെ കേരളം മനസ്സിലാക്കിയാണ്. ഈ യാദൃശ്ചികത, ഈ സാദൃശ്യം യാദൃശ്ചികമാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ നിലപാട് ശരി, ഞാൻ പറയുന്നില്ല. ശരി, ഏത് ഘട്ടത്തിലാണെന്നുള്ള പ്രധാനമാണ് ശ്രീ പ്രകാശൻ. നമ്മുടെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, ഞാൻ ശ്രീ NP ചെക്കുട്ടി. Debate with Smriti Parithikkad.